ഹായ് ഓൾ, എല്ലാവർക്കും സൈലന്റ് ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഫിറ്ററിന്റെ ഒരു MCQ സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ MCQ സീരീസിലെ പാർട്ട് 4 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന അതായത് ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് ആൻസർ ഒക്കെ എന്ത് ചെയ്യുക, നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ആംഗിൾ ക്യാൻ ബി ചെക്ക്ഡ് യൂസിങ് ട്രൈ സ്ക്വയർ. ഓക്കെ അല്ലേ? ട്രൈ സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് ഏതെല്ലാം അല്ലെങ്കിൽ ഏത് ആംഗിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എന്താണ്, 90 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 30 ഡിഗ്രി, ഓപ്ഷൻ ഡി 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അല്ലെ, ട്രൈ സ്കോർ എന്ന് പറയുന്ന ഒരു ടൂള് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ട്രൈ സ്കോർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. നമുക്ക് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കറിയാം, 90 ഡിഗ്രി അല്ലെ, 90 ഡിഗ്രി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൈ സ്കോർ യൂസ് ചെയ്തുകൊണ്ട് അവിടെ ചെക്ക് ചെയ്യുന്നുള്ള അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ചെയ്ത് വരും, ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ എന്നുള്ളത് കിട്ടി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ട്രൈ സ്കോറിനെ പറ്റി ചെറുതെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കി പോകാം. അപ്പോൾ നമുക്കറിയാം 90 ഡിഗ്രി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ സ്കോർ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ദെൻ ട്രൈ സ്കോറിന്റെ ആ ഒരു ഫിഗർ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ നമുക്ക് രണ്ട് മെയിൻ പാർട്ടുകളായിട്ട് നമുക്ക് അതിനെ പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. ഒന്നെന്താണ് അതിന്റെ ബ്ലേഡും, ഒന്ന് അതിന്റെ എന്താണ് നമുക്ക് അതിന്റെ സ്റ്റോക്കും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ബ്ലേഡിന്റെ പ്രത്യേകത എന്തായിരിക്കും, ആ ബ്ലേഡും അതുപോലെ തന്നെ സ്റ്റോക്കും എന്താണ് കൃത്യമായിട്ട് 90 ഡിഗ്രിയിൽ അതിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ അങ്ങനെയാണ് ഒരു ട്രൈ സ്കോറിന് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രൈ സ്കോറിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് PSC ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലേ, അപ്പൊ നമുക്കറിയാം എന്താണ്, എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, ആ ബ്ലേഡിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ട്രൈ സ്കോറിന് എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് അതിനെ സ്പെസിഫൈ ചെയ്ത് വരുന്നത്. വളരെ ക്ലിയർ അല്ലേ? അപ്പോൾ ട്രൈ സ്കോർ എന്ന് പറയുന്ന ഒരു ചെക്കിംഗ് ടൂൾ ആണ്. കൂടാതെ നമുക്കത് എന്ത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ഈസ് യൂസ് ടു ചെക്ക് ദ ഫ്ലാറ്റ്നെസ് ഓഫ് ദ ജോബ് ആൻഡ് ദ റൈറ്റ് ആംഗിൾ ബിറ്റ്വീൻ ടു സർഫേസ്. രണ്ട് സർഫേസ് തമ്മിൽ റൈറ്റ് ആംഗിൾ ആണോ എന്നുള്ളതും അതുപോലെ തന്നെ ഒരു സർഫേസ് ഫ്ലാറ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് എന്തെന്ന് പറയുന്നത്, ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ദെൻ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, സ്പെസിഫിക്കേഷൻ ഓഫ് ട്രൈ സ്ക്വയർ എന്നുള്ളത്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു, സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്, ദ സ്റ്റീൽ റൂൾ ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ 10 millimeter, 5 millimeter, 1 millimeter and 0.5 millimeter. The reading accuracy of the seal rule is. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ എന്താണ് പറയുന്നത്, 0.1 mm, ഓപ്ഷൻ ബി 0.2 mm, ഓപ്ഷൻ സി 0.5 mm, ഓപ്ഷൻ ഡി 0.6 mm. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, അവിടെ സ്റ്റീൽ റൂളില് ഗ്രാജുവേഷൻസ് തന്നിട്ടുണ്ട്, 10, 5, 1, 0.5 എന്ന രീതിയിലുള്ള ഗ്രാജുവേഷൻസ് തന്നിട്ടുണ്ട്. ആ സ്റ്റീൽ റൂളിന്റെ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ റീഡിംഗ് ആക്യുറസി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, റീഡിംഗ് ആക്യുറസി എന്ന് പറയുമ്പോൾ അത് എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് അല്ലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന സ്റ്റീൽ റൂൾ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ റീഡിംഗ് ആക്യുറസി നമ്മൾ പഠിച്ചതാണ്. എത്രയാണ്, 0.5 millimeter ആണ്. 0.5 millimeter. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റീൽ റൂളിനെ പറ്റി ചെറിയ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു പോകട്ടെ. അപ്പോൾ സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ആരെന്നുള്ളത്, സ്റ്റീൽ റൂൾ എന്നുള്ളത്. സ്റ്റീൽ റൂളിന്റെ റീഡിംഗ് ആക്യുറസി 0.5 millimeter ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റീൽ റൂൾ എന്നതാണ് വളരെ ഈസി ആയിട്ടും ക്വിക്കായിട്ട് നമുക്ക് എന്ത് പറ്റും, റീഡിംഗ് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡയമെൻഷൻ, ഓരോ കമ്പോണന്റിന്റെ ഡയമെൻഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ടൂൾ ആണെന്ന് പറയാം. ദെൻ എന്താണ് ഇത്, നമുക്കറിയാം നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ഏറ്റവും ഫ്രീക്വന്റ്ലി നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൂളാണ്. കൂടാതെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് എന്താണ്, ഈ സ്റ്റീൽ റൂളിന്റെ നിർമ്മിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റീൽ റൂള് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ നമുക്കറിയാം സ്പ്രിംഗ് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ആരെ നിർമ്മിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞ സ്റ്റീൽ റൂളിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റീൽ റൂളിനെ പറ്റിയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, വിച്ച് പാർട്ട് ഓഫ് ബോൾ പീൻ ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് ഫങ്ഷൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ബോൾ പീൻ ഹാമറിന്റെ
ആ ബോൾ പീൻ ഹാമറിലെ ഏത് പോർഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് അതിന് ഷേപ്പിങ്ങും, അതായത് നമുക്ക് ഷേപ്പിങ്ങും ഫോമിങ് ഫംഗ്ഷൻസും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കണം അല്ലെങ്കിൽ ഫോം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ബോൾ പീൻ ഹാമറിന്റെ ഏത് പോർഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പീൻ എന്നാണ് തന്നിട്ടുള്ളത്, ഓപ്ഷൻ ബി ചീക്ക് എന്ന് പറയുന്നു, ഓപ്ഷൻ സി ഫേസ് എന്ന് പറയുന്നു, ഓപ്ഷൻ ഡി വെഡ്ജ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഓപ്ഷൻ ബി ചെക്ക് എന്നാണ് തന്നിട്ടുള്ളതെങ്കിലും ചീക്ക് എന്ന് നമുക്ക് നോക്കിയാലും ഓപ്ഷൻ എ പീൻ എന്നുള്ളതും ഓപ്ഷൻ സി ഫേസ് എന്നുള്ളതുമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് അല്ലെ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പീൻ എന്ന് പറയുന്ന പോർഷൻ ആണ് എന്തിന് യൂസ് ചെയ്യുന്നത് മക്കളെ? ഷേപ്പിങ്ങും അതുപോലെ ഫോമിങ് ഓപ്പറേഷൻസും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ദെൻ നമുക്ക് ഇനി ഈ ബോൾ പീൻ ഹാമറിനെ പറ്റി ഒന്ന് നോക്കിയാൽ നമ്മൾ ഫിഗറിൽ കാണുന്നുണ്ട് ബോൾ പീനിലെ ഒരു ഫേസ് എന്താണ് ഫ്ലാറ്റ് ആയിട്ടുള്ള, മറ്റേ ഫേസ് എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ബോൾ ആയിട്ടുമാണ് ഉള്ളത് അല്ലെ. അതിനെ പീൻ എന്ന് പറയും അല്ലെ, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബോൾ പീൻ ഹാമർ എന്ന് പറയുന്നത് നമ്മൾ അവിടെ രണ്ട് ഹെഡ് ഉണ്ട്, അതിൽ ഒന്നെന്താണ് ഫ്ലാറ്റും മറ്റേ ഹെഡ് എന്താണ് നമുക്കറിയാം അത് പീൻ റൗണ്ടഡ് ആയിട്ടുള്ള ഷേപ്പുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പീൻ എന്ന് പറയുന്ന ഷേപ്പുള്ള ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഷേപ്പ് ചെയ്യാനോ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യം അവിടുന്ന് ഓർത്ത് വെച്ചോളാം. പീൻ ഈസ് യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് ഫങ്ഷൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക ബോൾ പീൻ ഹാമറിന്റെ കേസിൽ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു. ഓക്കെ അല്ലേ? 4th ക്വസ്റ്റ്യൻ എന്താണ്? 4th ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ജനറലി വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഹാമർ ഹെഡ്? ഹാമറിന്റെ ഹെഡ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഹൈ സ്പീഡ് സ്റ്റീല്, ഓപ്ഷൻ ബി ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീല്, ഓപ്ഷൻ സി ഹൈ കാർബൺ സ്റ്റീല്, ഓപ്ഷൻ ഡി മൈൽഡ് സ്റ്റീല്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നമുക്കറിയാം ഒരു ഹാമർ ഹെഡ് അല്ലെ, ഓപ്ഷനിൽ പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ പറഞ്ഞത് ഹാമർ ഹെഡ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ ആണ്. ഓപ്ഷൻ ബി ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ ആണ് ഇതിലെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ വേർ ദ വെയിറ്റ് ഓഫ് ദ ഹാമർ ഈസ് ഷോൺ ഓൺ? നമുക്കറിയാം ഒരു ഹാമർ എടുത്ത് നോക്കുമ്പോൾ ഹാമറിന്റെ ടോട്ടൽ വെയിറ്റ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പറയുന്നത് ഫേസ് എന്നുള്ളതാണ്, ഓപ്ഷൻ ബി പീൻ എന്ന് പറയുന്നു, ഓപ്ഷൻ സി ചീക്ക് എന്ന് പറയുന്നു, ഓപ്ഷൻ ഡി ഐ ഹോൾ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? നോക്കിയേ, ഇപ്പോൾ നമുക്കറിയാം ഒരു ഹാമർ എടുത്ത് നോക്കുമ്പോൾ ഹാമറിന്റെ എല്ലാ പോർഷൻസ് പാർട്സും ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പാർട്സുകൾ നോക്കുമ്പോൾ വെയിറ്റ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ചീക്ക് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ചീക്ക് എന്ന് പറയുന്ന പോർഷനിലാണ് ആ വെയിറ്റ് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഇതിലെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? 6th ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1 inch ഈക്വൽ ടു ഡാഷ് മില്ലിമീറ്റർ. 1 inch എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്ററിന് ഈക്വൽ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ 25.4 millimeter, ഓപ്ഷൻ ബി 2.45 millimeter, ഓപ്ഷൻ സി 25.34 millimeter, ഓപ്ഷൻ ഡി 2.54 millimeter. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം എന്തെന്നാൽ നമ്മൾ ഇവിടെ പഠിച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് നമുക്കറിയാം. നമ്മളൊരു വാല്യൂ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, 2.54 എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും തന്നെ ചെറിയ ക്ലാസ്സിലെ പഠിച്ചു വെക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് മറന്നു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം ഇതിൽ ചോദിച്ചുള്ളത് മില്ലിമീറ്റർ അല്ലെ. 1 inch എന്ന് പറയുന്നത്, ഓക്കെ അല്ലെ, 1 inch എന്ന് പറയുന്നത് 1 inch എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 2.54 എന്ന് പറയുന്നത് സെന്റിമീറ്ററിലാണ്. ഓക്കെ അല്ലെ? 2.54 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാകുമ്പോൾ ഈ 1 inch എന്ന് പറയുന്നത് നമ്മൾ മില്ലിമീറ്ററിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും മക്കളെ? നമുക്കറിയാം അത് 25.4 millimeter എന്നാണ് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ 2.54 സെന്റിമീറ്റർ എന്നുള്ളതാണ് നമുക്ക് അവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഒരു ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. മില്ലിമീറ്ററിലാണെങ്കിൽ 25.4 millimeter ആണ് 1 inch എന്ന് പറയുന്നത്. ഇനി ഇത് സെന്റിമീറ്ററിലാണ് പറയുന്നതെങ്കിൽ എത്ര വരും? 2.54 സെന്റിമീറ്റർ എന്ന് വരും. ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോളാം. ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാതെ പഠിക്കുന്നവർക്ക് ഇത് മാറിപ്പോകാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നോക്കിയേ, ഇതിൽ ആൻസർ ചെയ്ത് വരും. 6th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് വരും. നോക്കിയേ, 25.4 എന്നുള്ളത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ 25.4 മില്ലിമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഇനി അത് സെന്റിമീറ്റർ ആണ് വരുന്നതെങ്കിൽ 2.54 ആണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് പോയാല് 7th ക്വസ്റ്റ്യൻ, ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ SI സിസ്റ്റം അല്ലെ. SI സിസ്റ്റത്തിലെ ഈ പറയുന്ന ലെങ്ത്തിന്റെ ബേസ് യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെന്റിമീറ്റർ, ഓപ്ഷൻ ബി മില്ലിമീറ്റർ, ഓപ്ഷൻ സി മീറ്റർ, ഓപ്ഷൻ ഡി ഡെസിമീറ്റർ. നമുക്കറിയാം എത്രയാണ് വരുന്നത്? മീറ്റർ ആണ് അല്ലെ. അവിടുത്തെ SI സിസ്റ്റത്തിലെ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 8th ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഹാമേഴ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹാമേഴ്സ് ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പറയുന്നതാണ് അക്കോർഡിംഗ് ടു ദെയർ ഫേസ്, ഓപ്ഷൻ ബി അക്കോർഡിംഗ് ടു ദെയർ വെയിറ്റ്, ഓപ്ഷൻ സി അക്കോർഡിംഗ് ടു ദെയർ ടൈപ്പ് ഓഫ് ഫേസ് ആൻഡ് അക്കോർഡിംഗ് ടു ദെയർ വെയിറ്റ്, ഓപ്ഷൻ ഡി അക്കോർഡിംഗ് ടു മെറ്റീരിയൽ. നോക്കിയേ, ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ എ ഫേസ് മാത്രമാണ് പറയുന്നത്, ഓപ്ഷൻ ബി പറയുന്നത് വെയിറ്റ് മാത്രമാണ്, ഓപ്ഷൻ സി ഫേസിലും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഏതാണ് വെയിറ്റിലും കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു, ഓപ്ഷൻ ഡി മെറ്റീരിയൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത് ഏതായിരിക്കും? മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് നമുക്കറിയാം ഏതൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന ഫേസിലും അവൈലബിൾ ആണ്, വെയിറ്റിലും അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? ഓപ്ഷൻ സി അല്ലേ വരിക? ഓപ്ഷൻ സി ആണ് വരിക. ടൈപ്പ് ഓഫ് ഫേസ് ആൻഡ് അക്കോർഡിംഗ് ടു വെയിറ്റ് എന്നുള്ളത് നമുക്കറിയാം. ടൈപ്പ് ഓഫ് ഫേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഫേസിൽ അറിയപ്പെടുന്നത്? ബോൾ പിൻ ഹാമർ, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് പിൻ ഹാമർ, ക്രോസ് പിൻ ഹാമർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതേപോലെ അതൊക്കെ നമ്മൾ വെയിറ്റിലും അല്ലെ എത്ര ഗ്രാമിലാണ്, അതേപോലെ എത്ര കിലോയിൽ എത്ര കിലോഗ്രാമിൽ വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? നമുക്ക് വെയിറ്റിലും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഫേസും ഏത് ഫേസ് ആണ്, ഏത് ടൈപ്പ് ഫേസ് ആണെന്നുള്ളത് ഇതും അവൈലബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലാക്കി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഹാമർ മെയ്ഡ് ഓഫ് വുഡ് ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ വുഡ് വർക്കിന് യൂസ് ചെയ്യുന്ന ഹാമറിന് പറയുന്ന പേര് എന്താണ് എന്നുള്ളതൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഹാമർ മെയ്ഡ് ഓഫ് വുഡ് ഈസ് നോൺ ആസ് ഓപ്ഷൻ എ ഹാൻഡ് ഹാമർ, ഓപ്ഷൻ ബി ക്ലോ ഹാമർ, ഓപ്ഷൻ സി മാലറ്റ്, ഓപ്ഷൻ ഡി ബോൾ പിൻ ഹാമർ. നമുക്കറിയാം ഏതാണ് വുഡ് വർക്കിന് അല്ലെങ്കിൽ വുഡ് വെച്ച് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ, വുഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഹാമർ എന്ന് പറയുന്നത് ഏതാണ്? മാലറ്റ് ആണ് അല്ലെ. മാലറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൂളാണ്, അല്ലെങ്കിൽ ആ ഒരു ഹാമർ ആണ് നമ്മൾ വുഡ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നത്, വുഡ് വെച്ച് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലെ? അപ്പോൾ മാലറ്റ് ആണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഈ മാലറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മാലറ്റിന്റെ കാര്യം എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മാലറ്റ് എന്ന് പറയുന്നത് റൗണ്ടിലും അതുപോലെ തന്നെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനും അവൈലബിൾ ആണ്, കാര്യം ഓർത്തിരിക്കാം. ദെൻ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റ് ഫോഴ്സ് റിക്വയർഡ് ആവുന്ന സ്ഥലത്തിൽ നമുക്കറിയാം. നമുക്ക് വുഡ് വർക്കിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള വർക്കുകൾക്കും പോരാത്ത നമ്മൾ ഷീറ്റ് മെറ്റലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ ഷീറ്റ് മെറ്റൽ വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് മാലറ്റിനെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് ആൻഡ് സ്മൂത്തനിങ് ഓഫ് ദ ഷീറ്റ് അല്ലെ. ആ ഷീറ്റിനെ ബെൻഡ് ചെയ്യാനും അതേപോലെ അവിടുത്തെ ഷീറ്റ് മെറ്റൽ വർക്കുകൾക്കൊക്കെ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ കൊണ്ട് നമ്മൾ ബോൾ പിൻ ഹാമർ വെച്ച് മെറ്റൽ ഹാമേഴ്സ് യൂസ് ചെയ്ത് കൊണ്ടൊന്നും ചെയ്യാറില്ല. അവിടെ നമ്മൾ ലൈറ്റ് വർക്കിന് യൂസ് ചെയ്യുന്ന ഹാമേഴ്സ് ആണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് അല്ലെ. അപ്പോൾ അതാണ് എന്ത് മാലറ്റ് എന്ന് പറയുന്നത്. മാലറ്റ് എന്ന് പറഞ്ഞാൽ വുഡ് വർക്കിന് യൂസ് ചെയ്യുന്ന ടൂൾ ആണെന്നുള്ള ഓർത്തിരിക്കുക. അത് നിർമ്മിച്ചിട്ടുള്ളത് വുഡ് കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തത് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോയാല് എ സ്ട്രെയിറ്റ് പിൻ ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ എ മേക്കിംഗ് ചാനൽ ഗ്രൂപ്പ്സ്, ഓപ്ഷൻ ബി ഡെപ്ത് ഈസ് ഇൻക്രീസ്ഡ്, ഓപ്ഷൻ സി ഷീറ്റ്സ് ആർ ഫ്ലാറ്റൻഡ്, ഓപ്ഷൻ ഡി ആംഗിൾസ് ആർ സ്ട്രെയിറ്റൻഡ്. നോക്കിയേ, അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് പിൻ ഹാമർ നമ്മൾ പഠിച്ചിട്ടുള്ള ഹാമർ അല്ലേ. നമ്മൾ ഹാമേഴ്സിനെ 3 രീതിയിൽ പഠിക്കുന്നുണ്ട്. അതാണ് ക്രോസ് പിന്, ബോൾ പിന്, സ്ട്രെയിറ്റ് പിന്. ഈ സ്ട്രെയിറ്റ് പിൻ ഹാമർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണെന്നാണ് ചോദ്യം. നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസിൽ ഓപ്ഷൻ സി ഷീറ്റ്സ് ആർ ഫ്ലാറ്റൻ, ഷീറ്റുകളെ ഫ്ലാറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതിന് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് പിൻ ഹാമറിനെ യൂസ് ചെയ്യുന്ന എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും
റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് പിൻ ഹാമർ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മളെ സ്ട്രെയിറ്റ് പിൻ ഹാമർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പ്രത്യേകത എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ ഒരു ഫേസ് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും, മറ്റേ ഫേസിന് പ്രത്യേകത എന്താണ്? ഇതാണ് ലൈക്ക് ആണ് ഇൻവേർട്ടഡ് വി പോലെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ പീൻ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് വി ഷേപ്പിലാണ് അത് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. പീന്റെ ഷേപ്പ് ഒരു ഇൻവേർട്ടഡ് വി ഷേപ്പിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ ഇവിടെ എന്താണ് പ്രത്യേകത? ഈ പീൻ എന്നുള്ളത് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഹാൻഡ് അല്ലെ, ആ ഹാൻഡിലായിട്ട് പാരലൽ ആയിട്ടാണ് വരുന്നത് അല്ലെ. സ്ട്രെയിറ്റ് പീൻ ഹാമർ പ്രത്യേകത എന്ന് പറയുന്നത് ആ പീൻ എന്നുള്ളത് എന്താണ്? അതിന്റെ പീന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരലൽ ടു ദ ഹാൻഡിലിന് പാരലൽ ആണ് എന്തെന്ന് പറയുന്നത്? ആ പീനിന്റെ ആക്സിസ് എന്നുള്ളത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് യൂസ് ടു ഫ്ലാറ്റൻ ദ ഷീറ്റ്. ആ ഷീറ്റുകളെ ഫ്ലാറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതിനെ യൂസ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് പീൻ ഹാമറുകളെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഫിഗർ നോക്കുന്നത് കാണുന്നതാണിത് സ്ട്രെയിറ്റ് പീൻ ഹാമർ എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത സെഷനിലും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ മൊഡ്യൂൾ എന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള മൊഡ്യൂൾ എന്നുള്ള ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് മുന്നേ നമ്മളെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാം നമുക്കറിയാം November 11th PSC ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ ഡെയിലി കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും അതെന്നുള്ള റെക്കോർഡ് സെഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സുകൾ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ എളുപ്പമായിട്ട് ഇന്റൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും അത് കൂടാതെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് സൈലം ടെക്നിക്കൽ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ട് ഒരു ജോലി, അല്ലെങ്കിൽ നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ITI ഡിപ്പാർട്ട്മെന്റിൽ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്. ഇപ്പോൾ ടീച്ചിങ് ജോബ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള നമ്മളുടെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുള്ള ആ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത സെഷനുമായി വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.